നമുക്കിന്ന് എളുപ്പത്തിൽ ഇൻസ്റ്റൻറ്റ് മസാല ദോശ മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്ന് ഉണക്കിയെടുത്ത പച്ചരിയാണ്, നമ്മുടെ സാദാ ദോശ റൈസ്. ഇനി വേണ്ടത് ഇതിൻ്റെ കൂടെ 3 കപ്പ് ഉഴുന്ന്. ഇതും കഴുകി ഉണക്കിയെടുത്ത ഉഴുന്നാണ്. ഇത് 3 കപ്പ്. പിന്നെ വേണ്ടത് 4 ടീസ്പൂൺ ഉലുവ. പിന്നെ 2 കപ്പ് അവിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്നിച്ച് റൈസ് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചാണ് എടുക്കേണ്ടത്. എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നൈസായിട്ട് പൊടിപ്പിച്ചെടുക്കണം. അങ്ങനെ പൊടിപ്പിച്ചെടുത്ത മിക്സാണിത്. ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണിത്. ഇത് ഉണങ്ങിയ കണ്ടെയ്നറിൽ വേണം സൂക്ഷിക്കാൻ. അതുപോലെ നനഞ്ഞ സ്പൂണോ കപ്പോ ഒന്നും ഉപയോഗിക്കരുത്. എല്ലാം ഡ്രൈ ആയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കണം. എന്നാലേ കേടാവാതെ നമുക്കിത് കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു രീതിയിൽ മസാല ദോശ മിക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ റൈസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാദാ പച്ചരിപ്പൊടി. നിങ്ങൾക്ക് പത്തിരി പൗഡറിലും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 3/4 കപ്പ് ഉഴുന്ന്. ഇതും ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത ഉഴുന്നാണ്. ഇനി ഇതിൻ്റെ കൂടെ 3/4 ടീസ്പൂൺ ഉലുവ. ഇത് രണ്ടും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. 1/2 കപ്പ് അവിൽ. ഇതും മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. ഇത് ഞാൻ പൊടിച്ചെടുത്ത ഉഴുന്ന പൗഡറാണ്. ഉഴുന്ന പൗഡർ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് പൗഡറാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഉഴുന്ന് 3/4 കപ്പല്ലേ പറഞ്ഞത്. അതേസമയം നിങ്ങൾ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് ഉഴുന്ന് പൗഡർ എടുക്കണം. പിന്നെ ഉലുവ അവിലിൻ്റെ കൂടെ പൊടിച്ചെടുത്താൽ മതി. അവിൽ പൊടിക്കുമ്പോൾ ഉലുവ ചേർത്താൽ മതി. ഞാൻ അവിലും പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അവിൽ പൊടിക്കുമ്പോൾ അത് 1/4 കപ്പാണ് നമ്മൾക്ക് കിട്ടുന്നത്. പൊടിച്ചെടുത്താൽ ഇത് 1/4 കപ്പോളം വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം ഈ റൈസ് പൗഡറിലിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതെല്ലാം ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് വേറൊരു രീതിയിലുള്ള ഇൻസ്റ്റൻറ്റ് മസാല ദോശ മിക്സ്. ഇത് ടേസ്റ്റ് രണ്ടും സെയിം ആണ്. ഉണ്ടാക്കുന്ന രീതിയിൽ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. ടേസ്റ്റൊക്കെ സെയിം ആണ്. ഇനി നമുക്ക് ഈ മിക്സ് വെച്ച് എങ്ങനെ മസാല ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സറിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് ദോശ മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഇഡലിക്കാണ് മാവ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിനേക്കാളും കുറച്ച് തിക്കായിട്ടെടുത്താൽ മതി. ഇപ്പോൾ ഇത് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് നാളെ രാവിലെ ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇങ്ങനെ ബാറ്റർ തയ്യാറാക്കി വെക്കണം. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫെർമെൻ്റ് ആകുള്ളൂ. ഇത് നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ഇത് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ തവ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം മാവൊഴിക്കാൻ. 1 തവി മാവൊഴിച്ച് ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ദോശ ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഫില്ലിംഗ് വെക്കുന്നതും അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ഈ മിക്സ് വെച്ച് എങ്ങനെ ദോശ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഓൾറെഡി മസാല ദോശയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പ്. ഇത് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാം. ദോശ തവ നന്നായി ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് വേണം മാവൊഴിക്കാൻ. 1 തവി മാവൊഴിച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേണം വേവിക്കാൻ. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്.
ഈ സമയം നമുക്ക് ഇതിൻ്റെ സൈഡിലും മുകളിലും കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കരിയത്തില്ല, ഇതിൻ്റെ അടിഭാഗം ബ്രൗൺ കളറായിട്ട് തന്നെ ഇരിക്കും.